ഹായ് കൂട്ടുകാരെ. അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ എല്ലാവർക്കും. പിന്നെ പതിവ് പോലെ ഞാനിന്ന് എഴുന്നേറ്റ് ജനലൊക്കെ തുറന്നിട്ട് പിന്നെ രാവിലത്തെ ചായയൊക്കെ ഇട്ട് പിന്നെ മക്കളുമാർക്കും ചേട്ടനും പോകണമല്ലോ. അപ്പോൾ ഇന്ന് ഗോതമ്പ് ദോശ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് കേട്ടോ. ഗോതമ്പ് ദോശ ഇളയൊക്കെ വേണ്ട. ഇളയാളെന്ന് വെച്ചാൽ ഗോതമ്പ് ദോശയായിട്ട് ചുട്ടിട്ട് അതിനകത്ത് തേങ്ങയും പഞ്ചസാരയൊക്കെ വെച്ച് മടക്കപ്പം പോലെ ചുട്ട് കൊടുക്കണം. അപ്പോൾ അയാൾക്ക് അതാണ് ഇഷ്ടം. പിന്നെ ചേട്ടന് ഗോതമ്പ് ദോശയും മീൻകറിയൊക്കെ കൊടുത്ത് ചേട്ടന് പോയി. ചേട്ടനെ പറഞ്ഞു വിട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ബാക്കിയുള്ള അപ്പമൊക്കെ ചുടാനുള്ള ഇളയാൾക്ക് മടക്കപ്പവും ചുടണം. അങ്ങനെ അതുമൊക്കെ ചുട്ട് വെക്കുവാണ്. അപ്പോൾ മൂത്ത ആളെന്ന് വെച്ചാൽ ട്യൂഷന് പോയേക്കുവാണ് രാവിലെ കേട്ടോ. അന്നേരം അയാൾ വരുമ്പോഴത്തേക്ക് അയാൾ വന്നിട്ടേ കഴിക്കത്തുള്ളൂ. അങ്ങനെ 2 പേർക്കും ഉള്ളതാക്കി വെച്ചിട്ട് ഇളയാളെ സ്കൂളിൽ പോകാൻ വിളിക്കുക. അപ്പോൾ അയാൾക്ക് ഇച്ചിരി മടിയാണ് രാവിലെ എഴുന്നേൽക്കാൻ. ഞാൻ വീഡിയോ പിടിക്കുമെന്ന് പറഞ്ഞപ്പോൾ പൊങ്ങി നോക്കിയിട്ട് പുതപ്പിട്ട് ഒന്നുകൂടെ ചൂടി മുറിച്ച് കിടക്കുക. അങ്ങനെ അയാളെയും പറഞ്ഞ് വിട്ട് മൂത്ത ആളിനെയും പറഞ്ഞ് വിട്ട്. പിന്നെ ഉച്ചയ്ക്കായപ്പം നഴുകക്കോരയായിരുന്നു കറി കേട്ടോ. പിന്നെ ചക്ക വേവിച്ചതുണ്ടായിരുന്നു, മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, ഉള്ളി റോസ്റ്റ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി ഞാൻ ചേട്ടനോട് ഓരോ കഥകളൊക്കെ പറഞ്ഞിരുന്ന് കഴിക്കുക കേട്ടോ. ഉച്ചയ്ക്ക് ഞങ്ങൾ 2 പേരേ ഉള്ളൂ. മക്കളുമാരങ്ങ് സ്കൂളിൽ പോകുമല്ലോ. അപ്പം ഞങ്ങൾ 2 പേരോടൊക്കെ ഇരുന്ന് കഴിച്ചിട്ട് പിന്നെ വൈകുന്നേരം ആയപ്പം ഞങ്ങൾ അമ്പലത്തിൽ പോകാനൊക്കെ ഒരുങ്ങി ഉത്സവത്തിന് കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ പോവുക. അപ്പോൾ ഡി ജെയുടെ മുമ്പിലുള്ള കളി അറിയാമല്ലോ. എത്ര ഫ്ലോട്ട് ഉണ്ടെന്ന് പറഞ്ഞാലും ഡി ജെയുടെ മുമ്പിലുള്ള കളി ഒരു പ്രത്യേക കളിയാണ്. ഈ കളിക്കാത്തവരും കളിച്ചു പോകും. നമുക്കൊക്കെ ആയാലും ഞാനൊക്കെ ആയാലും എനിക്കൊക്കെ ഈ പാട്ട് കേൾക്കുമ്പോൾ ഒന്ന് കാലും കൈയൊക്കെ ഒന്ന് അരങ്ങും കേട്ടോ. പക്ഷേ നമ്മൾ കളിക്കാറില്ല, എന്നാലും ഒരു രസമാണ്. അങ്ങനെ ഞങ്ങൾ അമ്പലമുറ്റത്തോട്ട് ചെയ്തപ്പം ഇവിടെ നിന്ന് അതൊക്കെ കണ്ട് അമ്പലമുറ്റത്തിൽ ശിങ്കാരിമേളം നടക്കുന്നു. അപ്പോൾ അതും ഇതേ കണക്കാണ്. ഒരു താളം കൊട്ടലും എല്ലാം ഒരു രസമല്ലേ. അങ്ങനെ പിന്നെ അമ്പലത്തിനകത്ത് കയറി ദേവിമാരെയൊക്കെ കണ്ട് തൊഴുത് നാദസ്വര കച്ചേരി ഉണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൻ്റെ മാമിയാണ് എല്ലാ വർഷവും അവിടെ വായിക്കുന്നത്. ചവറ ഗീതകുമാരി എന്ന് പറയും. പിന്നെ ചവറ ബാബു മാമിയുടെ ആങ്ങളെ. പിന്നെ ദേവിമാർ 2 പേരും ഫ്ലോട്ടൊക്കെ അനുഗ്രഹിക്കുമല്ലോ. അതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അങ്ങനെ അനുഗ്രഹിക്കാനായിട്ട് വന്നതാണ്. എൻ്റെ ഒരു കൂട്ടുകാരുടെ മോളാണ് ചിരിച്ചത് കേട്ടോ. അങ്ങനെ ആകാശവിസ്മയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കണ്ട് അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ടുകൊണ്ടിരുന്നപ്പോൾ മക്കളുമാരുടെ കളി ഇതുവരെ തീർന്നിട്ടില്ല. ഡി ജെയുടെ മുമ്പിൽ അവർക്ക് ആ ഒരു ഇത് തീർന്നിട്ടില്ല. ഇതെൻ്റെ മോൻ്റെ കൂട്ടുകാരനാണ് കേട്ടോ, അമർജിത്ത്. അങ്ങനെ പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്ന് കൊഞ്ചി ഫ്രൈ ഒക്കെ ചെയ്ത് ചാളയൊക്കെ വറുത്തങ്ങനെ ചോറൊക്കെ കഴിച്ച് എല്ലാവരും കുശാലായി. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്, ബൈ.